Hi dears, Assalamualaikum, welcome back. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നാടൻ ഉച്ചയൂണുമായിട്ടാണ് കേട്ടോ. നാടൻ ഉച്ചയൂണ് എന്ന് പറയുമ്പോൾ മോര് കാച്ചിയതും ഇറച്ചി വരട്ടിയൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഉച്ചയൂണാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് മെയിനായിട്ട് ഇത് രണ്ടുമാണ് എൻ്റെ എല്ലായ്പ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ ഒരു മോര് കാച്ചിയതും ഇറച്ചി വരട്ടിയതും കൂട്ടിയിട്ടുള്ള ഒരു ചോറുണ്ടൽ. അപ്പോൾ നിങ്ങളുടെയും ഇതുപോലെയൊക്കെ ഫേവറേറ്റ് ഉള്ളവരുണ്ടാവൂലേ? അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇത് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് കണ്ടു നോക്കാം, ഞങ്ങളെങ്ങനെയാണ് മോര് കാച്ചുന്നത് എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പോൾ ഉമ്മയായിട്ട് അതൊക്കെ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉമ്മ ആദ്യം ബീഫൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൺചട്ടിയിൽ അടുപ്പിൽ വെച്ചിട്ടാണ് ബീഫ് വേവിക്കുന്നത്. അടുപ്പിൽ വെച്ച ബീഫിന് പ്രത്യേക ഒരു സ്വാദാണല്ലോ. അങ്ങനെ ബീഫൊക്കെ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ 10-20 ചെറിയുള്ളി ഉണ്ടാവും കേട്ടോ. ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു 2 ടേബിൾ സ്പൂണാണ്. അതും ചെറിയുള്ളിയും അതുപോലെ സവാളയൊക്കെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുക. അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഇവിടെ ഒരു 3 ടീസ്പൂണ് കംപ്ലീറ്റ് 3 ടീസ്പൂണ് ഫുള്ള് നിറച്ചെടുത്തിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്ത് കൊടുക്കുക. അപ്പോൾ 3 ടീസ്പൂണ് ഫുള്ള് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂണ് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വിറകടുപ്പിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. വിറകൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉണ്ടാക്കിയെടുത്താൽ പ്രത്യേക ഒരു സ്മെല്ലും പ്രത്യേക ഒരു ടേസ്റ്റും ആണല്ലോ. എല്ലാവർക്കും അറിയാമല്ലോ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ബീഫിന് പ്രത്യേക ഒരു ടേസ്റ്റാണെന്ന്. അപ്പോൾ അത് ഞങ്ങൾ വിറകടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞങ്ങളെന്ന് പറയാൻ പറ്റില്ല, ഉമ്മയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഇപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് കുറച്ചധികം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് ലാസ്റ്റ് ഏകദേശം കുക്കായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല കൊതിപ്പിക്കുന്ന സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് പച്ച വെളിച്ചെണ്ണ അങ്ങനെ ഒഴിക്കുകയാണ് ഉമ്മ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. പച്ച വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ നമ്മുടെ കിടില ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോറും അതുപോലെ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ചോറ് അപ്പുറത്ത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് നമുക്ക് ഊറ്റിയെടുക്കണം. ചോറൊക്കെ കറക്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറ് ഊറ്റിയെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മോര് കാച്ചിയതിനുള്ള പരിപാടികളൊക്കെ നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മ ഇവിടെ ഒരു മൺചട്ടിയാട്ടോ എടുത്തിട്ടുള്ളത്. മണ്ണിൻ്റെ ഉരുളിച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു തുടം വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. ചെറിയൊരു തുടം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അത് ചതച്ചെടുത്തതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് അതിലേക്കുള്ള തേങ്ങ ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4-5 ചെറിയുള്ളിയും അതുപോലെ ഒരു 2 ടീസ്പൂണ്
ചെറിയ ജീരകം പൊടിച്ചതാണ്. ഇപ്പോൾ ചെറിയ ജീരകം പൊടിച്ചതില്ലെങ്കിൽ പൊടിക്കാതെയും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ മഞ്ഞളും അതുപോലെ വെളുത്തുള്ളി ഇട്ടിട്ടുള്ള ആ ഒരു വെള്ളം തിളച്ച് വരാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കുമല്ലേ ഇത് തയ്യാറാക്കുകയും മോര് കാച്ചിയത്. ചില സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കടുകിട്ട് വറുക്കുന്നതൊക്കെ, കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട്. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് കൂടെ ഉമ്മ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു വലിയൊരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചതാട്ടോ. അപ്പോൾ അത് മറ്റേത് തിളച്ച് വരുന്ന സമയത്ത് അത് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം, ഇതിലേക്ക് അത്യാവശ്യം പുളി വേണമല്ലോ, ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. വറുത്തതോ വറുക്കാത്തതൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഒരു 2 തവി അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം വെള്ളത്തിലൊന്ന് കട്ടയില്ലാതെ കലക്കി എടുക്കണം. അപ്പോൾ അരിപ്പൊടിയല്ല, നിങ്ങൾക്ക് ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവുക ശരിക്കും പറഞ്ഞാൽ അരി അരച്ചിട്ടാണ് കേട്ടോ. അരി വെള്ളത്തിലിടാൻ മറന്നുപോയതാണ്. അപ്പോൾ അരി അരച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തന്നെ വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ അടിപ്പിടിക്കും. അരിയൊക്കെ ആയതുകൊണ്ട് തന്നെ അടി പിടിക്കും. അപ്പോൾ അത് ഇങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് കുറുകി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആ അരിപ്പൊടിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന അതുകൊണ്ടാണ് അങ്ങനെ കുറുകി വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് തിളക്കുമ്പോഴാണ് നമ്മൾക്ക് അതിലേക്ക് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ഇവിടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം മിക്സിയുടെ ജാറൊക്കെ ഒന്ന് ചുഴറ്റിയിട്ട് അതൊക്കെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് ഒരു അത്യാവശ്യം കുറച്ചധികം തന്നെ കറിവേപ്പില ഇതുപോലെ തണ്ടോട് കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. കൂടുതൽ സമയം തിളക്കൊന്നും വേണ്ട, ചെറിയൊരു തിള വന്നാൽ മതി. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ നമ്മളിത് ഒന്ന് വറവിട്ടെടുക്കുക ഒന്നും വേണ്ട, അത്ര പണിയുള്ളൂ. ഇവിടുത്തെ മോര് കാച്ചിൽ കേട്ടോ. അത് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ മോര് കാച്ചിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പപ്പടം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ പപ്പടം കൂടെ ആയാൽ നമ്മുടെ കാര്യം കുശാലായി. അപ്പോൾ പപ്പടം കൂടെ വറുത്തെടുത്തിട്ട് നമുക്ക് ചോറങ്ങ് കഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചോറുണ്ടാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ ഞാൻ ചോറ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ കഴിക്കുന്നതിലും കൂടുതൽ കഴിക്കും കേട്ടോ. ഇത് ബീഫ് വരട്ടിയതും മോര് കാച്ചിയതും ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ബീഫും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ മോര് കാച്ചിയതും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പപ്പടും കൂടെ വെച്ച് കൊടുക്കാം. നമുക്കിത് കുശാലായിട്ട് അങ്ങ് കഴിക്കാം അല്ലേ. എന്നെപ്പോലെ ഇത് ഇത്രയും ആസ്വദിച്ച് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ, നോ പ്രോബ്ലം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്